ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗെയിൻ. ഇപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ പതിവുപോലെ തന്നെ ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കിയ ശേഷം നമ്മൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ലെവൽസ്, അതിനുശേഷം ഇന്നത്തെ മെയിൻ സ്റ്റോക്സ്, ഫോക്കസിലുള്ള ന്യൂസ് ബേസ്ഡ് സ്റ്റോക്സ് നമ്മൾ പരിശോധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ന്യൂട്രൽ ടു ബുള്ളിഷ് എന്ന് പറയാൻ കഴിയും. ഡോ ജോൺസ് ആൻഡ് S&P ആൻഡ് നാസ്ഡാക്ക് നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് അല്ലെങ്കിൽ പോസിറ്റീവ് റേഞ്ചിലാണ് നിൽക്കുന്നത്. അവരുടെ ഒരു ട്രേഡിംഗ് സെഷൻസ് എല്ലാം നോക്കുകയാണെങ്കിൽ തന്നെ മാർക്കറ്റിൽ ഒരു സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ് ടു ഒരു ന്യൂട്രൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ. ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ്. 43 പോയിന്റ്സ് അപ്പാണ് ഗിഫ്റ്റ് നിഫ്റ്റി. മേ ബി നമുക്ക് ഒരു 20 to 30 പോയിന്റ്സ് അപ്സൈഡ് നമുക്ക് ഒരു ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം ഗിഫ്റ്റ് നിഫ്റ്റി ഇങ്ങനെയാണെങ്കിൽ. അപ്പോൾ ബാക്കി ജാപ്പനീസ് മാർക്കറ്റ് എല്ലാം നോക്കുകയാണെങ്കിൽ തന്നെ സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണ്. ബട്ട് അത് കുഴപ്പമില്ല, 2-3 ദിവസം കഴിഞ്ഞാൽ അത് വീണ്ടും മാർക്കറ്റ് ഓക്കെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റും ഏകദേശം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ, ഒരു സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ തുറക്കാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് നിഫ്റ്റി അനലൈസ് ചെയ്യാം ആദ്യം ഒന്ന്. ഇപ്പോൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ തന്നെ സ്ട്രക്ചർ വൈസ് ഞാൻ പറയുന്നു പോസിറ്റീവ് ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശേഷം മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഞാൻ ഇന്ന് ഇൻട്രാഡേ ലെവൽസ് നോക്കുമ്പോൾ ഞാൻ ഇന്നലത്തെ ഡേ ഹൈ ആൻഡ് ഡേ ലോ എന്ന് ഫസ്റ്റ് തന്നെ നമ്മളൊരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് കണക്കാക്കും. സോ ആ ഏരിയാസിലായിരിക്കും ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് 50 മിനിറ്റ്സ് ചാർട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ മനസ്സിലാവുന്നത്, സ്റ്റോക്ക് കുറച്ചധികം ദിവസമായിട്ട് സ്ട്രക്ചറലി നോക്കുകയാണെങ്കിൽ അപ്സൈഡ് പോവാണ്, അല്ലേ. ഇതാ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, മോസ്റ്റ്ലി ഈ ഭാഗത്തു നിന്നൊക്കെ സ്റ്റോക്ക് അപ്സൈഡ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് കഴിഞ്ഞ കുറച്ച് ദിവസമായി വെള്ളിയാഴ്ചയാണ് ഒരു ചെറിയ പുൾ ബാക്ക് കിട്ടിയത്. ആൻഡ് മാർക്കറ്റ് വീണ്ടും ആ പുൾ ബാക്കിന് ശേഷം മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള ഒരു ഇൻറ്റൻഷൻ ടോട്ടൽ ഓവറോൾ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ 50 മിനിറ്റ് ചാർട്ട് എടുത്ത് നോക്കി, 50 മിനിറ്റ് ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതുപോലെ തന്നെയാണ് ഇതാ ഇവിടെ ഒരു പുൾ ബാക്ക് കിടന്നത്, അല്ലേ. ഒരു അപ്സൈഡ് തന്നു ആൻഡ് ഒരു ചെറിയ പുൾ ബാക്ക്, വീണ്ടും ഒരു അപ്സൈഡ് തന്നു, ചെറിയൊരു പുൾ ബാക്ക്, വീണ്ടും ഒരു അപ്സൈഡ് തന്നു, ഒരു പുൾ ബാക്ക്, വീണ്ടും ഒരു അപ്സൈഡ് തന്നു, ചെറിയ പുൾ ബാക്ക്. ആൻഡ് അടുത്തൊരു അപ്സൈഡ് തന്നപ്പോഴത്തേനും ഡീപ്പായിട്ടൊരു പുൾ ബാക്ക് തന്നു. ആൻഡ് വീണ്ടും മാർക്കറ്റ് ആ ഒരു പുൾ ബാക്ക് തന്ന ആ ഒരു ഏരിയ കവർ ചെയ്ത് അപ്സൈഡ് പോകേണ്ട ടെൻഡൻസിയാണ് കാണിച്ചത്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഇവിടുത്തെ പ്രൈസ് ആക്ഷനും ഇവിടുത്തെ പ്രൈസ് ആക്ഷനും സിമിലർ ആണ്, നിങ്ങൾക്ക് ഏകദേശം ധാരണ വരും, അല്ലേ. ഇങ്ങനെ ഒരു ഡീപ്പ് പുൾ ബാക്ക് തന്ന് സ്റ്റോക്ക് അപ്സൈഡ് പോകുന്ന ഒരു ടെൻഡൻസിയാണ് കാണിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ നമ്മളെ പോലെ മാർക്കറ്റിൽ ഉള്ള ആളുകളും എപ്പോഴാണ് പേടിക്കുന്നത്, ഇതുപോലെ പുൾ ബാക്സ് വരുമ്പോഴത്തേക്ക് മാർക്കറ്റ് ക്രാഷ് വരുന്നതെന്ന് പേടിക്കും. മറിച്ച് നമ്മൾ അതിൻ്റെ ഒരു ലോങ്ങർ ഗെയിം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇതുപോലത്തെ ഒരു പ്രൈസ് ആക്ഷൻ അല്ലേ നമ്മൾ മുകളിലും കണ്ടത് ജസ്റ്റ് വെള്ളിയാഴ്ച ദിവസത്തേക്ക്. അപ്പം ഇതുപോലുള്ള പുൾ ബാക്സ് ഉണ്ടാവും. ആൻഡ് മാർക്കറ്റ് ഒരു ക്രൂഷ്യൽ ഏരിയ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, അല്ലേ. നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടേ, ഒരുപാട് കാലത്തിന് ശേഷം ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് റീടെസ്റ്റ് എടുത്ത ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് അന്നത്തെ ആ ഒരു പുൾ ബാക്കിൽ. സോ ഇതാണ് ഒരു ഓവറോൾ സ്ട്രക്ചർ ഞാൻ നോക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റാം. സോ നമുക്ക് ഇനി ഇതിൻ്റെ ഒരു ഇൻട്രാഡേ ലെവൽസ് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഒരു സെല്ലിംഗ് സോണോ അല്ലെങ്കിൽ ഒരു സപ്ലൈ കഴിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള റേഞ്ച് എന്ന് പറയുന്നത് 26,000 ആണ്. ഇനി ഈ 26,000 കടന്നാൽ നമുക്കൊരു ഒരു പുതിയ സ്ട്രക്ചറിലേക്ക് നമുക്ക് മാർക്കറ്റ് പോകുന്നതായിരിക്കും. ഈ 26,000 എന്തായാലും ഒരു ചെറിയ സപ്ലൈ അടിക്കാൻ സാധ്യതയുണ്ട്. മേ ബി സ്റ്റോക്ക് ഇതിൻ്റെ അപ്പുറം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ചെയ്ത് അപ്സൈഡ് പോകാനും സാധ്യതയുണ്ട്. സോ ഇനിയുള്ള ഈ ഏരിയ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പുതിയ ടെറിട്ടറിയാണ് മാർക്കറ്റിൻ്റെ. അപ്പോൾ മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ള കാര്യം ലൈവ് മാർക്കറ്റിൽ കുറച്ചുകൂടെ തീരുമാനിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം നമുക്ക് ബേസിക്കലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡിമാൻഡ് ഏരിയാസ് മാർക്ക് ചെയ്തിട്ട്, അതായത് ഒരു ക്രാഷ് വരികയാണെങ്കിൽ എവിടെയൊക്കെ മാർക്കറ്റ് ഡിമാൻഡ് എടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു സൂചനയോടെ നമുക്ക് മാർക്കറ്റിനെ സമീപിക്കുക എന്നുള്ളതാണ്. ആദ്യം തന്നെ ഫസ്റ്റ് ഒരു നല്ലൊരു ഡിമാൻഡ് ഏരിയയായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഏരിയ ആയിരിക്കും. കണ്ടില്ലേ, 25,620 എന്നുള്ള റേഞ്ച് മാർക്കറ്റ് ഒരു ക്രാഷ് തരികയാണ്, ഒരു ഡിപ്പ് തരികയാണെങ്കിൽ ഈ ഒരു ഏരിയ ഡിമാൻഡായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഈ ഏരിയ നമുക്കിവിടെ സോണായിട്ട് വരച്ചിടാം, വൈകിട്ട് നമുക്ക് ചെക്ക് ചെയ്യാമല്ലോ. ആൻഡ് എനിക്ക് അടുത്ത എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഡിമാൻഡ് ഏരിയയായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന സോൺ എന്ന് പറയുന്നത് ഇതാണ്. കാര്യം ഇന്നലത്തെ ഡേ ലോയിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ഈ ഏരിയയിൽ മാർക്കറ്റ് ഡിമാൻഡ് ഏരിയയായിട്ട് വർക്ക് ചെയ്ത് ബയേഴ്സിന് ഒരു സ്ട്രെങ്ത് കാണിക്കാൻ പറ്റിയ ഒരു സോൺ ആയിരിക്കും ഈ ഒരു സോൺ എന്ന് പറയുന്നത്. ആൻഡ് ഒരു റെസിസ്റ്റൻസ്, ഒരു സപ്ലൈ അടിക്കാൻ സാധ്യതയുള്ള സോൺ എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ലോ ആണ്. ഈ ഒരു ഏരിയയിൽ മേ ബി ചെറിയൊരു സപ്ലൈ ആയിട്ടും മാർക്കറ്റ് നിൽക്കാൻ സാധ്യതയുണ്ട് ഈ ഏരിയയിൽ. ഓക്കെ, അപ്പം മൈനറായിട്ട് ഇത്ര ഏരിയാസ് മാർക്ക് ചെയ്ത ശേഷം മാർക്കറ്റ് പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് ഡിസിഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ മനസ്സിലാക്കുക. ഈ 2 ഏരിയയും നമുക്കൊരു സപ്ലൈ ആയിട്ട് കണക്കാക്കാം, ഈ 2 ഏരിയ ഒരു ഡിമാൻഡ് ആയിട്ട് കണക്കാക്കാം. ശേഷം മാർക്കറ്റ് ലൈവിൽ വരട്ടെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് അപ്പോൾ നോക്കാം. ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലേക്കും കൂടെ ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം ബാങ്ക് നിഫ്റ്റിയും കൂടെ നമുക്ക് നോക്കാം. ഞാൻ ഈ 2 ലൈൻ വരച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഡേ ലോയും ഇന്നലത്തെ ഡേ ലോയും ഡേ ഹൈ ആണ് ഇന്ന് വരച്ചേക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഓവറോൾ സ്ട്രക്ചർ നമുക്ക് നോക്കാം, അല്ലേ.
സെയിം നിഫ്റ്റിയുടെ അതേ പാറ്റേൺ തന്നെയാണ്. നമ്മൾ പറഞ്ഞ അതേ കൺസെപ്റ്റോടെ മനസ്സിലാക്കുക. അപ്സൈഡ് പോകുന്നു, ഒരു പുൾ ബാക്ക് തരുന്നു, അപ്സൈഡ് പോകുന്നു, പുൾ ബാക്ക് തരുന്നു, അപ്സൈഡ് പോകുന്നു, ഒരു പുൾ ബാക്ക് തരുന്നു, അപ്സൈഡ് പോകുന്നു, ഒരു പുൾ ബാക്ക് തരുന്നു. അതോ ഇങ്ങനെ ലാസ്റ്റ് ടൈമിൽ ഒരു കുറച്ചും കൂടി ഡീപ്പായിട്ടൊരു പുൾ ബാക്ക് തന്നു, അത്രേ ഉള്ളൂ. ആൻഡ് ആ പുൾ ബാക്ക് തന്ന ആ ഒരു സ്ട്രെങ്ത് എന്താ പറയുക, അതിനെ റിക്കവർ ചെയ്യാനുള്ള ശ്രമവും മാർക്കറ്റ് ഇന്നലത്തെ ദിവസങ്ങളിലെല്ലാം നടത്തുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ആൻഡ് ഇനി ഇവിടെ സൂം ചെയ്ത് നമ്മളിവിടെ മാർക്കറ്റിൽ ഇനിയുള്ള കാര്യങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുകയാണെങ്കിൽ, ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സപ്ലൈ അടിക്കാനുള്ള സാധ്യത ഈ സോണിലാണ്. 58,590 ഒരു ചെറിയ സപ്ലൈ സോൺ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത്രയും വലിയൊരു പുൾ ബാക്ക് തന്നത് ഈ ഒരു ഹൈയിൽ നിന്നാണ്. സോ അപ്പം നമുക്ക് ഈ ഹൈയിലേക്ക് വരുമ്പോൾ മാർക്കറ്റിൽ സപ്ലൈ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഒരു നിഗമനത്തോടെ മാത്രം നമുക്ക് മാർക്കറ്റിനെ സമീപിക്കുക, അല്ലേ? അപ്പം ഇത്രയും വലിയൊരു ഡൗൺ ട്രെൻഡ് തന്ന ഒരു ചെറിയ ഹൈ ഇതാണ്. സോ ഇവിടെ നിന്ന് ഒരു സപ്ലൈ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ നമുക്കിവിടെ ഒന്ന് കെയർഫുൾ ആയിട്ട് മാത്രം ട്രേഡ് ചെയ്യാം. അതിനുശേഷം മാർക്കറ്റിൽ ഒരു മൈനർ സപ്ലൈ ആയിട്ട് വരാൻ സാധ്യതയുള്ള സ്ഥലം ഇന്നലത്തെ ഡേ ഹൈ. അപ്പം നമുക്ക് ഇവിടെ ഒരു ചെറിയ സപ്ലൈ സോണായിട്ട് വരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ധാരണയിൽ നമുക്ക് മാർക്കറ്റിനെ സമീപിക്കാം. ശേഷം മാർക്കറ്റിൽ ഇനി ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന സോൺസിൽ ഒന്ന് ഇന്നലത്തെ ഡേ ലോ ആയിരിക്കും. മേ ബി മാർക്കറ്റിൽ ബയേഴ്സ് അവൈലബിൾ ആണെങ്കിൽ എവിടെ നിന്നായിരിക്കും ഡിമാൻഡ് ഏരിയ ഉണ്ടാവുന്ന ഈ ഭാഗത്തുനിന്ന് ഡിമാൻഡ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ബാക്കി ഡിമാൻഡ് ഏരിയാസ് ഒക്കെ നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഞാൻ ചാർട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും സോൺസ് നമ്മുടെ കണ്ണിലുണ്ടാവാം ഫസ്റ്റ് ടൈം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്സ് എന്തൊക്കെയാണ് ന്യൂസിലുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അത് പ്രധാന കാര്യമാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു സ്റ്റോക്സ്, ഇന്നത്തെ മാർക്കറ്റിലുള്ള സ്റ്റോക്സ് ഒക്കെ നോക്കിയതിന് ശേഷമേ ഇൻട്രാ പൊസിഷൻസും സ്വിംഗ് പൊസിഷൻസ് ഒക്കെ ലൈക്ലി നോക്കാവൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് പറഞ്ഞു തരുന്നത്. മെയിൻലി ഇന്ന് റിസൾട്ട് ഉള്ള ഒരുപാട് സ്റ്റോക്സ് ഉണ്ട്. അതിലൊന്ന് TVS മോട്ടോർ കമ്പനി ആൻഡ് ശ്രീ സിമെന്റ്, ടാറ്റ ക്യാപിറ്റൽ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസ്, ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ്, അദാനി ഗ്രീൻ എനർജി, അദാനി ടോട്ടൽ ഗ്യാസ്, ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ്, ക്യാംസ്, കാർ ട്രേഡ്, ക്രെഡിറ്റെക്സ് ഗ്രാമീൺ, ഹാപ്പിയസ്റ്റ് മൈൻഡ് ടെക്നോളജീസ്, ICRA, ജിൻഡാൽ സ്റ്റീൽ, നോവർട്ടീസ് ഇന്ത്യ, പ്രീമിയർ എനർജീസ്, സംഹി ഹോട്ടൽസ്, സ്റ്റാർ ഹെൽത്ത് ആൻഡ് ഇൻഷുറൻസ് അലൈഡ് കമ്പനി, സുന്ദരം ഫാസ്റ്റനേഴ്സ് ആൻഡ് TTK പ്രസ്റ്റേജ്. ഇപ്പം ഇത്രയും സ്റ്റോക്സിന്റെ റിസൾട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നവർ റിസൾട്ട്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ടുള്ള ശ്രമം നടത്തും. ശേഷം ഇന്നലെ റിസൾട്ട് വന്നതിൽ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്സുകളുണ്ട്. അതിലൊന്ന് IOC ആണ്. IOCയുടെ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ റൈസ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് റിസൾട്ടാണ് IOC എന്ന കമ്പനിയെ സംബന്ധിച്ച്. ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നവർക്ക് സമാധാനത്തോടെ ഹോൾഡ് ചെയ്യാം. ആൻഡ് ഇൻഡസ് ടവേഴ്സിന്റെ റവന്യൂ ഗ്രോത്ത് ഉണ്ടെങ്കിലും പ്രോഫിറ്റിൽ ഏറിയ കുറവുള്ളതായിട്ട് റിസൾട്ടിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് PNB ഹൗസിംഗിലാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. മാസഗോൺ ഡിഫൻസ് ബേസ്ഡ് ആണ്. ആൻഡ് അതിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്ററിം ഡിവിഡൻഡ് ആയിട്ട് 6 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാസഗോണിലെ ഷെയർ ഹോൾഡേഴ്സ് ശ്രദ്ധിക്കുക. ആൻഡ് റെയ്മണ്ടിനെ സംബന്ധിച്ചാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂവിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. പ്രോഫിറ്റ് ടാങ്ക്സ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രോഫിറ്റ് എന്താ പറയുക 13 കോടിയിലേക്ക് വന്നിട്ടുണ്ട്. 59 കോടിയിൽ നിന്ന് അതൊരു ചെറിയ വലിയ നെഗറ്റീവാണ് റെയ്മണ്ടിനെ സംബന്ധിച്ച്. ബട്ട് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, KFin ടെക്നോളജീസ് പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഇൻക്രീസ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. ജുബിലന്റ് ഇൻഗ്രീവിയിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ കൂടിയിട്ടുണ്ട്. ഓക്കെ, ശേഷം നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ് കനറ റോബക്കയാണ്. കനറ റോബക്കയുടെ പ്രോഫിറ്റ് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്, ബട്ട് റവന്യൂ ഗ്രോത്ത് ഉണ്ട്. ഓക്കെ, പിന്നെ സായി സിൽക്സ് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് ആണ് കാലാമന്ദിർ എന്ന് പറയുന്നത്. സായി സിൽക്സ് അതിലെ പ്രോഫിറ്റ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ബാറ്റൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റിന് ലൈറ്റ്ലി ഗ്രോത്ത് ഡൗൺ സൈഡ് ആണ്. ആൻഡ് റവന്യൂവും ചെറിയ രീതിയിൽ ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്. സോ അത് ബാറ്റൻ്റെ ആയതുകൊണ്ട് ആ ഒരു ഇതെല്ലാം റിക്കവറായി വരുമെന്ന് നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. പിന്നെ JK ടയർ ആണ്. JK ടയർ ആണെങ്കിൽ പ്രോഫിറ്റിനും റവന്യൂവിനും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അദാനി എനർജി സൊല്യൂഷൻ ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ചെറിയ മാറ്റങ്ങളുണ്ട്. പ്രോഫിറ്റിൽ ചെറിയൊരു ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്. അതായത് 675 കോടിയിൽ നിന്ന് 534 കോടിയായിട്ട് അദാനി എനർജി സൊല്യൂഷൻസിന്റെ ഇത് ഡൗൺ സൈഡ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് സോന BLW ആണ്. ഇത് നമ്മൾ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോനയിലാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉള്ളതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അത് നല്ലൊരു സൂചനയാണ്. ഓക്കെ, മഹീന്ദ്ര ലോജിസ്റ്റിക്സ് ആണെങ്കിൽ നെറ്റ് ലോസും റവന്യൂവും മാറ്റമുണ്ട്. ഓക്കെ, ആദിത്യ ബിർള ക്യാപിറ്റൽ മറ്റൊരു ന്യൂസ് ഉണ്ട്. അതായത് ജോമെ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞ കമ്പനി ആദിത്യ ബിർള ക്യാപിറ്റലിലെ സ്റ്റേക്സ് സെല്ല് ചെയ്യുന്നതായിട്ടൊരു ന്യൂസ് നിലവിലുണ്ട്. ഓക്കെ, പിന്നെ ദിലീപ് ബിൽക്കോണിന്റെ ഒരു ന്യൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ദിലീപ് ബിൽക്കോണിനെ ഒരു ലോവസ്റ്റ് ബിഡറായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. 879 കോടിയുടെ ഒരു നാഷണൽ ഹൈവേ പ്രൊജക്ടിന്റെ ഭാഗമായി ദിലീപ് ബിൽക്കോണിനെ ഒരു ലോവസ്റ്റ് ബിഡറായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ശേഷം NTPC ഗ്രീൻ എനർജി ഒരു മെമ്മോറാൻഡം സൈൻ ചെയ്തിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഒരു ഗ്രീൻ ഹൈഡ്രജൻ ബേസ്ഡ് മൊബിലിറ്റി പ്രൊജക്ട് നടത്താനായിട്ടാണ് ഒരു പോർട്ട് ഏരിയയിൽ. സോ അത് NTPC ഗ്രീൻ എനർജിക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. ഓക്കെ, ശേഷം EPAC അത് എല്ലാവരുടെയും ഒരു ഹോട്ട് സ്റ്റോക്ക് ആയിട്ട് ഇപ്പം നിലനിൽക്കുന്നുണ്ട്. ആൻഡ് കമ്പനിക്ക് പുതിയൊരു ഓർഡർ റിസീവ് ചെയ്തിട്ടുണ്ട്. 139.61 കോടിയുടെ ഓർഡറാണ് റിസീവ് ചെയ്തിരിക്കുന്നത്. JK സിമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഒരു ഓർഡർ കിട്ടിയിരിക്കുന്നത്.
ശേഷം റെയിൽ വികാസ് നിഗത്തിന് ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്ടിന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതായത് ലോവസ്റ്റ് ബിഡറായിട്ട് വന്നിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ഭാഗമായിട്ടുള്ള 165 കോടിയുടെ ഒരു ഓർഡറാണ് റെയിൽ വികാസ് നിഗത്തിന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ശേഷം ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ടാറ്റ കെമിക്കൽസ് ആണ്. എല്ലാവരും ശ്രദ്ധിക്കുക. കെനിയ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് കെനിയയിലെ ഒരു കൗണ്ടിയായിട്ട് ബന്ധപ്പെട്ട് ഒരു എന്താ പറയുക, ടാറ്റ കെമിക്കൽസ് മഗാഡി എന്ന് പറഞ്ഞ ഒരു കമ്പനി, ഒരു സബ്സിഡിയറിയാണ്. അപ്പം ടാറ്റ കെമിക്കൽസ് സബ്സിഡിയറി ആയിട്ട് ഒരു കേസ് കെനിയൻ കോടതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഒരു കൗണ്ടി ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിന്റെ 783 കോടിയുടെ ഒരു എമൗണ്ട് കൗണ്ടിക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ ഒരു കേസായിരുന്നു. ബട്ട് ആ കേസിന് വിധി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ആ വിധി പ്രകാരം ടാറ്റ കെമിക്കൽസിന് അനുകൂലമായിട്ട് വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ ഒരു വലിയ പോസിറ്റീവ് ന്യൂസ് ആണ് ടാറ്റ കെമിക്കൽസിനെ സംബന്ധിച്ച്. ഒരു വലിയൊരു കോർട്ട് കേസ് സെറ്റിൽമെന്റ് ആയിട്ടുണ്ട്. സോ അത് ടാറ്റ കെമിക്കൽസിന് അനുകൂലമായിട്ട് ഒരു ഗവൺമെന്റ്, ഒരു കെനിയൻ ഗവൺമെന്റിൽ ഒരു കൗണ്ടിയായിട്ട് ബന്ധപ്പെട്ടാണ് കേസ് നടന്നുകൊണ്ടിരുന്നത്. സോ പോസിറ്റീവ് കാര്യം. ശേഷം ടെലികോം ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ടെലികോം ഗ്രൂപ്പുകളായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് പറഞ്ഞാൽ റിലയൻസിന്റെയും ഭാരതി എയർടെലിനും അവരുടെ വയർലെസ് സബ്സ്ക്രൈബേഴ്സ് കൂട്ടിയിട്ടുണ്ട്. ആൻഡ് വോഡാഫോൺ ഐഡിയ സംബന്ധിച്ച് അവരുടെ വയർലെസ് സബ്സ്ക്രൈബേഴ്സ് 7.44 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് സെപ്റ്റംബർ മാസം തന്നെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അത് ഓഗസ്റ്റ് മാസമാണെങ്കിൽ 3.8 ആയിരുന്നു. അവിടെ നിന്നും വോഡാഫോൺ ഐഡിയക്ക് വയർലെസ് സബ്സ്ക്രൈബേഴ്സിന് നഷ്ടപ്പെട്ട കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ബട്ട് റിലയൻസിനെ സംബന്ധിച്ചാണെങ്കിൽ 32.5 ലക്ഷം ആളുകളെയാണ് അവർ സെപ്റ്റംബർ മാസത്തേക്ക് കയറ്റിയത്. അതായത് ഓഗസ്റ്റ് മാസമാണെങ്കിൽ അതിൽ 19.5% ആയിരുന്നെങ്കിൽ 32.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് അത് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് റിലയൻസിനെ സംബന്ധിച്ച്, റിലയൻസ് ജിയോനെ സംബന്ധിച്ച്. ഓക്കെ, അപ്പൊ ഇത്രയും സ്റ്റോക്സ് ആൻഡ് ന്യൂസസ് ഇന്ന് ഫോക്കസിൽ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സൂചിപ്പിക്കാം. അപ്പൊ നമ്മൾ അതെല്ലാം ചെക്ക് ചെയ്തിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, ശേഷം നമുക്ക് എന്താ പറയുക, എൻ്റെ ഫോക്കസിലുള്ള 1-2 കമ്പനികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ മിന്ത കോർപ്പ് നോക്കി വെച്ചിട്ടുണ്ട്. മിന്ത കോർപ്പ് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഒരു മൊമെന്റത്തിന് വേണ്ടിയിട്ട്. ഒരു 562 ഇപ്പോൾ എന്താ പറയുക, ഒരു ബ്രേക്ക്, ഒരു മെയിൻ ഏരിയയിൽ നിന്ന് സ്റ്റോക്ക് ചെറിയൊരു പുൾ ബാക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് മിന്ത കോർപ്പ്. അപ്പം ഈ ഏരിയയിൽ നിന്നാണോ, ഏത് ഏരിയയിൽ നിന്ന് വേണമെങ്കിലും ഈ സ്റ്റോക്കിന് ഒരു അപ്സൈഡ് മൊമെന്റം പ്രതീക്ഷിക്കുന്നുണ്ട്. സോ മിന്ത കോർപ്പിനെ വാച്ച് ലിസ്റ്റിൽ ഇടുകയാണ്. ഇപ്പോൾ ഒരു മൊമെന്റം ട്രേഡിംഗ് ഒരു അവസരം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ മേ ബി ഒരു 540 നിന്നായിരിക്കാം ഒരു പുൾ ബാക്ക് ഉണ്ടാവുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. സോ മിന്ത കോർപ്പ് ഞാൻ കുറച്ച് ദിവസമായിട്ട് വാച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ശേഷം പരാഗ് മിൽക്കാണ്. പരാഗ് മിൽക്ക് ഇന്നലെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പരാഗ് മിൽക്ക് ഞാൻ ലോവർ ഏരിയയിൽ നിന്ന് ഹോൾഡ് ചെയ്യാണ്. 250 റേഞ്ചിൽ നിന്ന് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് പരാഗ് മിൽക്ക്. പക്ഷേ ഇന്നലെ ഞാൻ വേറൊരു മൊമെന്റം ട്രേഡിംഗ് പൊസിഷൻ കൂടി ഇനിഷ്യേറ്റ് ചെയ്തു. ആൻഡ് മോസ്റ്റ്ലി ഒരു 300 റേഞ്ചിലാണ്, ഈ റേഞ്ചിലാണ് ഞാൻ എൻട്രി എടുത്തത്. ആൻഡ് ഇന്നലെ നല്ലൊരു ക്ലോസിംഗ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് എക്സ്പെക്ടിങ് 327 to 350 റേഞ്ച്. ഞാൻ അത് വാച്ച് ചെയ്യുകയാണ് എന്തായിരിക്കും നടക്കുക എന്ന്. ഞാൻ ഇന്നലെ എടുത്ത പൊസിഷനാണ് പരാഗ് മിൽക്ക് ഒരു മൊമെന്റം ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്. സോ അതവിടെ കിടപ്പുണ്ട്, നമുക്ക് നോക്കാം. ശേഷം ഞാൻ വാച്ച് ചെയ്യുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ VEDL ആണ്. അപ്പോൾ VEDL ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. അപ്പോൾ അടുത്ത് ഇനി 520, 550 റേഞ്ചിലേക്കാണ് VEDL ഞാൻ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. മേ ബി സ്ലൈറ്റ്ലി ഒരു പുൾ ബാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 480 റേഞ്ചിൽ മേ ബി ഒരു പുൾ ബാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യം 3 ദിവസമായിട്ട് കണ്ടിന്യൂസ്ലി ഹൈ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, ഒരു 6% മൂവ്മെന്റ് നമുക്ക് 3 ദിവസം കൊണ്ട് വേദാന്തയിൽ കിട്ടിയിട്ടുണ്ട്. സോ മേ ബി ഒരു പുൾ ബാക്ക് ഉണ്ടാവില്ല എന്ന് ഉള്ള പ്രതീക്ഷയിലാണ് ഞാൻ. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ വേറെ ഏതെങ്കിലും സ്റ്റോക്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ അത് വൈകിട്ടോടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയ സ്റ്റോക്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഞാൻ വിട്ടുപോയ സ്റ്റോക്സ് എല്ലാം കൂടെ ഇന്ന് വൈകിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.